ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിഫ കണക്റ്റിനെ കുറിച്ചാണ്. ഫിഫ കണക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ കളക്റ്റബിൾസ് വാങ്ങി വിൽക്കും ചെയ്യാൻ പറ്റും. കളക്റ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NFT പീസുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ഇവന്റ്, ഇപ്പൊ വേൾഡ് കപ്പ് 2026 അല്ലെങ്കിൽ ഇപ്പൊ എടുത്ത് നടക്കണ ഒരു മാച്ച്, ഒരു ലൊക്കാലിറ്റി നടക്കുന്ന മാച്ച്, ബോസ്റ്റണോ അല്ലെങ്കിൽ ന്യൂയോർക്കോ എവിടെയെങ്കിലും ആവട്ടെ, ആ മാച്ചിന്റെ ഒരു കളക്റ്റബിൾ വാങ്ങി വെക്കാം. ആ വാങ്ങി വെച്ചതിന്റെ ഗുണം കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റിലേക്ക് ആക്സസ് കിട്ടും. അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് വാങ്ങി വെക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു ബൈ എന്ന് പറയാം ആ കളക്റ്റബിൾസിന്റെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ വേൾഡ് കപ്പ് സെമി ഫൈനൽസിന്റെ മാച്ചിന്റെ ടിക്കറ്റ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ കളക്റ്റബിൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് കിട്ടും ആ ടിക്കറ്റിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് ആ ടിക്കറ്റ് വാങ്ങാൻ വേണമെങ്കിൽ വേറെ കാശ് കൊടുത്തിട്ട്. ഇതിന്റെ ഗുണം കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ടിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ ആളൊരു ഭ്രാന്തനാന്ന് നോക്കി ഈ ഫുട്ബോളിന്റെ കാര്യത്തിലൊക്കെ, ഈ ഫിഫയുടെ കാര്യത്തിൽ, അപ്പൊ നിങ്ങൾക്ക് ഇത് ആൾക്ക് വിൽക്കാം നല്ല വിലക്ക്, 2-3 ഇരട്ടി വിലക്ക്. അപ്പൊ ആൾക്ക് ആക്സസ് കിട്ടും ടിക്കറ്റിലേക്ക്. അപ്പൊ ടിക്കറ്റ് ആൾക്ക് വാങ്ങാൻ പറ്റും. അത്ര തന്നെ. ഭ്രാന്തന്മാരുണ്ടാവും, ഭ്രാന്തന്മാർക്ക് മാത്രം കൊടുത്തിട്ട് കാര്യങ്ങളുണ്ട്. ഉള്ള കാര്യം പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഇപ്പൊ അടുത്തായിട്ട് ഫിഫ കണക്ട് ആൽഗോറാൻഡ് ബ്ലോക്ക് ചെയിനിൽ നിന്ന് അവർ സ്വന്തം EVM ബേസ്ഡ് പ്രൊപ്രൈറ്ററി ബ്ലോക്ക് ചെയിനിലേക്ക് മാറി. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയത്തിലേക്ക് മാറാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യൂസർ റീച്ച് കൂടുതലാണ് എതേറിയത്തിൽ. പിന്നെ വലിയൊരു ബേസ് ഉണ്ട് എതേറിയത്തിൽ, ഓൾറെഡി ലിക്വിഡിറ്റി കൂടുതലാണ് ഈ കാരണം കൊണ്ടൊക്കെ. പിന്നെ ഇന്ററോപ്പറബിലിറ്റി അതും എതേറിയത്തിലുണ്ട്. EVM ബേസ്ഡ് ആണ് ബേസിക്കലി. അപ്പൊ EVM ആയിട്ടുള്ള ആപ്ലിക്കേഷനിലൊക്കെ കണക്ട് ചെയ്യാൻ എളുപ്പമാണ് ബേസിക്കലി. ആക്സസ് പെട്ടെന്ന് കിട്ടും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ഫേവറേറ്റ് വാലറ്റ് EVM ബേസ്ഡ് വാലറ്റ് മെറ്റാമാസ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് കണക്ട് ചെയ്യാം. ഏതിലേക്ക്? ഫിഫ കണക്റ്റിലേക്ക്. ഇതൊരു സ്ട്രാറ്റജിക് മൂവാണ് ഫിഫ കണക്റ്റിന്റെ ഭാഗത്ത് നിന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തം ബ്ലോക്ക് ചെയിനാണ് അവർ ക്രിയേറ്റ് ചെയ്തത്, പ്രൊപ്പറേറ്റീവ് ബ്ലോക്ക് ചെയിനാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉള്ളിൽ കൺട്രോൾ കിട്ടും. അവർക്ക് അൽഗോറാൻഡ് ആയിട്ട് ബന്ധമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ മനസ്സിലായി, അത് നല്ല മൂവാണ് അവർ ചെയ്തത്. മനസ്സിലായി. ഇപ്പോഴത്തെ ഒരു ഫിഫ കോയിൻ ഇറക്കിയിരുന്നു. ഫിഫ കോയിൻ ഇത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഫിഫ കോയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഡെവലപ്പർ ഇറക്കിയതാണ് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് 2x കൂടെ അടിച്ചു, 87% കൂടെ കയറിയത്. പല ആൾക്കാരും അത് വാങ്ങി വെച്ചു. എന്തിനാണെന്നൊക്കെ അറിയില്ല. അവർക്കൊരു സിമ്പിൾ ഗൂഗിൾ സെർച്ച് അല്ലെങ്കിൽ സിമ്പിൾ ഒരു സെർച്ച്, ഡക്ക് സെർച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരം കിട്ടുന്നതായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യാതൊരു ബന്ധമില്ലാത്തൊരു കോയിനാണ്. എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർക്ക് കാശിന്റെ ഭ്രാന്ത് കാരണം കൊണ്ട് എന്തിനും വീട് പോയി. എനിവേസ്, ഫിഫ കണക്ട് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഞാൻ പറയില്ല. എന്നാലും ഫിഫ കണക്ട് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ. മനസ്സിലായോ? NFT വാങ്ങാൻ, ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള NFT വാങ്ങാൻ, ഫുട്ബോൾ റിലേറ്റഡ് ഇവന്റ്സ് ഒക്കെ അങ്ങനെ. പക്ഷെ ഞാൻ പണ്ട് വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ റൊണാൾഡോ, പിന്നെ മെസ്സി, സിദ്ധാന്റെ ഒക്കെ ക്യാരക്ടർ വാങ്ങി വെക്കാൻ പറ്റും. അങ്ങനെയാണ് കുറച്ചുകൂടെ എളുപ്പമാണ് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാൻ. അതിന്റെ വിലക്ക് ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും, ഭ്രാന്തന്മാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞ മനസ്സിലായി. ഫിഫ കോയിന് ടീം അപ്പോഴാണ് ഇപ്പൊ തോന്നുന്നു 87% കയറി. പിന്നെ കാശുകാര്, പിന്നെ ഡെവലപ്പേഴ്സും മറ്റേ ആൾക്കാരൊക്കെ ഇല്ലേ, എൻ്റെ ഉള്ളിലത്തെ ആൾക്കാരൊക്കെ കാശുണ്ടാക്കി കഴിഞ്ഞു തോന്നുന്നു, വെയിൽസ് ഒക്കെ. അപ്പൊ അതിന്റെ കഥ കഴിഞ്ഞു. നമ്മള് ഇങ്ങനത്തെ കുറെ ഇതിരിക്കില്ലേ, സ്കീമിൽ വീഴാണ്ടിരിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. അവര് മീൻസ് അവരെന്തായാലും ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാശ് കിട്ടുന്ന കാര്യമെന്ന് പറയുമ്പോൾ അവർ പോകും. പക്ഷെ നമ്മള് വെറുതെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടുന്ന കാര്യമുള്ളൂ. എനിവേസ്, നമുക്കിനി എങ്ങനെയാണ് ഫിഫ വേൾഡ് കപ്പ് 2026 ടിക്കറ്റ്സിലേക്ക് ആക്സസ് കിട്ടാന്ന്, അഡ്വാൻസ് ആയിട്ട് ആക്സസ് കിട്ടാന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാം. എളുപ്പമാണ്, ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഫിഫ കണക്ട് അടിക്കുക. എന്നിട്ട് ഒരു NFT കൂടി ചേർക്കുക. NFT എന്നിട്ട് ഇത് ഞെക്കിയാൽ മതി. ഫിഫ കണക്ട് ഡോട്ട് ഇതിൽ എന്നിട്ട് മാർക്കറ്റ് പ്ലേസിലേക്ക് പോവാ. മാർക്കറ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഉത്തരം കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ഷോ റൈറ്റ് ടു ബൈ ഓൺലി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലോഡ് ചെയ്തോണ്ടിരിക്കുക. കണ്ട ഇതിലെഴുതിക്കാണ്ട് collectibles also valid as right to buy for 2 tickets to M17. നമ്മൾ ജസ്റ്റ് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും.
ഇന്ന് നോക്കിയാൽ മതി. ന്യൂയോർക്ക്, ന്യൂജേഴ്സി. ഇത് വേൾഡ് കപ്പായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടിക്കറ്റ് അല്ല. അതുകൊണ്ട് ബാക്കിൽ പോവാം. ആണെന്നുണ്ട് പ്രിലിമിനറി മാച്ചസിനെ ബന്ധപ്പെട്ട ഒരു കളക്റ്റബിൾ ആണെന്ന് തോന്നുന്നു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കൊരു ടിക്കറ്റ് കിട്ടും. പ്രിലിമിനറി മാച്ചിലേക്ക് വാങ്ങാൻ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. പക്ഷെ വേൾഡ് കപ്പിലേക്ക് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. കുറൊക്കെ തീർന്നു പോയിട്ടുണ്ടാവും. കളക്റ്റബിൾസ് ഒക്കെ പെട്ടെന്ന് ആൾക്കാർ വാങ്ങും. ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഇതിലൊന്നും കാണുന്നില്ല, എപ്പിക്കിലും ഇല്ല. മീൻസ് ഞാൻ മുമ്പ് നോക്കിയപ്പോ ഉണ്ടായിരുന്നു. അത് തീർന്നു പോയാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ തീർന്നു പോയിട്ടുണ്ടാവാനുള്ള സാധ്യത എവിടെ ഉണ്ടാവും. അതിൽ കാണാം. കണ്ടാ കഴിഞ്ഞു. ഐക്കോണിക് കൂടി നോക്കാം. ഇതാ ഈ ടിക്കറ്റ് നോക്കാം. ഇതിൽ എല്ലാം തീർന്നു പോയി തോന്നിട്ടുണ്ട് ടിക്കറ്റുകൾ. ഇതാണ് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് നോക്കിയപ്പോ കിട്ടിയിരുന്നു എനിക്ക്. മീൻസ് എല്ലാ ടിക്കറ്റും കഴിഞ്ഞു തോന്നിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടും. മീൻസ് കളക്റ്റബിൾ വാങ്ങിയതിന് ശേഷം നമുക്ക് അറിയുള്ളൂ. വാങ്ങിയതിന് ശേഷം അവർ മെയിലായിരിക്കും. അപ്പോഴാണ് നമുക്ക് അറിയുള്ളത് അവൈലബിൾ ആണോ അല്ലേ. അതുവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായി. പക്ഷെ ഇത് വാങ്ങിക്കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ഭ്രാന്തന്മാരെ ടിക്കറ്റ് മീൻസ് ഈ ഫുട്ബോൾ ഭ്രാന്തുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതൊരു ഐഡിയ ആണ്. മീൻസ് അവർക്ക് അത്ര അത്യാവശ്യമുള്ള കുറെ പേരുണ്ടാവും മാർക്കറ്റ്. അവർക്ക് ഈ ടിക്കറ്റ് ആവശ്യമുണ്ടെന്ന് നോക്കി. അപ്പൊ അവർക്ക് ഈ സാധനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ടിക്കറ്റ് കൊടുക്കാം. പക്ഷെ നമ്മളുടെ കഷ്ടപ്പെട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഭയങ്കര വില വീശി കൊടുക്കണം. മനസ്സിലായി. അപ്പൊ നമുക്ക് കാശായി. അങ്ങനെയാണ് നമ്മുടെ രീതിയിൽ. മനസ്സിലായോ? അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ ഈ ടിക്കറ്റ് ഒക്കെ പെട്ടെന്ന് കഴിയൂട്ടാ. വേഗം പോയി വാങ്ങിയാൽ നിങ്ങൾക്ക് നേരത്തെ പോയിട്ട് ഒരു കളക്റ്റബിളും വാങ്ങാം, ഒരു ആക്സസും കിട്ടും ടിക്കറ്റിലേക്ക്. അതാണ് എനിക്ക് ഈ വീഡിയോ പറയാനുള്ളത്. പിന്നെ ഫിഫ കോയിനിൽ പോയിട്ട് പെടാണ്ടിരിക്കുക. ഫിഫ കോയിനൊക്കെ ഒരു വേസ്റ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക. അത്ര തന്നെ. ഇനി അടുത്ത വീഡിയോ വരുന്നത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.